എല്ലാ കൂട്ടുകാർക്കും ടീച്ചേഴ്സ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ ഹിന്ദി 2ാമത്തെ യൂണിറ്റാണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് യൂണിറ്റിൻ്റെ പേരെന്താണ്? ഖുഷിക്ക് ഖുഷി. ഖുഷി എന്ന് പറഞ്ഞാൽ എന്താ? സന്തോഷം. കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുൻപൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇൻ്റെ, ഉടേ, ഉള്ള, ലേ എന്നൊക്കെ അർത്ഥങ്ങൾ സാഹചര്യം അനുസരിച്ച് വരും. അപ്പോൾ ഇവിടെ സന്തോഷത്തിൻ്റെ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പോൾ ഖുഷിക്ക് ഖുഷി എന്ന് പറഞ്ഞാൽ സന്തോഷത്തിൻ്റെ സന്തോഷം. ഈ ഒരു പേജിൽ എന്താ കാണുന്നത്? അതിമനോഹരമായിട്ടുള്ളൊരു ഗ്രാമപ്രദേശമാണല്ലേ. നല്ല ഭംഗിയുള്ള ഒരു പുഴയുണ്ട്. പുഴയിലെ വെള്ളത്തിൽ മീനുകളുണ്ട്. ഇനി പുഴയുടെ തീരത്തോ മരങ്ങളും പുല്ലും ഒക്കെ ചേർന്ന് നല്ല പച്ചപ്പാണല്ലേ. അവിടെ മണ്ണിട്ടൊരു വഴിയുണ്ടല്ലോ. ആ വഴിയരികിൽ പൂച്ചകളെയും കാണാം. പിന്നെ ഒരു പശുവുണ്ട്, അതിൻ്റെ കുഞ്ഞും അടുത്ത് തന്നെയുണ്ടല്ലേ. അപ്പുറത്തെ സൈഡിലാണെങ്കിലോ ഒരു വീട് കാണാം. പിന്നെ മലകളും കുന്നുകളും ഒക്കെ ഉണ്ട്. അടുത്ത ഈ ഒരു പേജ് നോക്കിയാലോ, ആദ്യം നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്നത് ഒരു കിളിയാണല്ലേ. ഒരു ഇലയിൽ ഇരിക്കുകയാണ് ആ കിളി. പിന്നെ എന്തൊക്കെ കാണാം? അത് ഒരു ജലാശയമാണ്. അതിൽ ഒരു ഇലയിൽ ഒരു തവള ഇരിക്കുന്നുണ്ട്. മറ്റൊരു തവള ഒരു ഇലയിൽ നിന്നും മറ്റൊരു ഇലയിലേക്ക് ചാടുന്നുമുണ്ട്. ഒരു മീൻ മുകളിലേക്ക് എത്തി നോക്കുന്നുണ്ടല്ലോ. അവിടെ മഴ പെയ്യുന്നുണ്ടല്ലേ. പിന്നെ എന്തൊക്കെ കാണാം? ഒരു മുതലയെ കാണാം. അങ്ങേ അറ്റത്തായിട്ട് ഒരു ആനയെയും കാണാം. ഇത്രയാണ് ഈ ഒരു പേജിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗം നോക്കാം. മനോഹരമായ ഒരു കുഞ്ഞു കവിതയാണിത്. എന്താ കവിതയുടെ പേര്? ചിടിയാ ക ഘർ. ആരാ ചിടിയ? ചിടിയ എന്നാൽ പക്ഷിയാണ്, ബേർഡ്. കാ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കാക്ക് നമ്മൾ ഒരുപാട് അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലേ. ഇൻ്റെ, ഉടേ, ഉള്ള, ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഏതർത്ഥമാണ് കാക്കി വരുന്നത്? പക്ഷി. അപ്പോൾ പക്ഷിയുടെ എന്നല്ലേ പറയാ. അപ്പോൾ പക്ഷിയുടെ. ഘർ എന്താണ്? ഘർ എന്നാൽ വീട് ആണ്. അപ്പോൾ പക്ഷിയുടെ വീട് എന്ന് പറഞ്ഞാൽ എന്താ? പക്ഷിക്കൂട്. അപ്പം നമ്മുടെ കവിതയുടെ പേരാണ് പക്ഷിക്കൂട്. ഇനി ആരാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്? നിരങ്കാർ ദേവ് സേവക്. നിരങ്കാർ ദേവ് സേവക് എന്ന ആളാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് കവിത നോക്കാം. ചിടിയാ ലിയേ ചോഞ്ച് മേ തിനുക ചലി ബനാനെ ഘർ. कौन रहेगा उस घर के अंदर. ആദ്യം നമുക്ക് ഈ 4 വരി നോക്കാം. ചിടിയ ലിയേ ചോഞ്ച് മേ തിനുക ചലി ബനാനെ ഘർ. ചിടിയ പക്ഷിയാണെന്ന് നമ്മൾ കണ്ടു. ലിയേ എന്ന് പറഞ്ഞാൽ വേണ്ടി, ഫോർ എന്നാണ് അർത്ഥം. ഇനി അടുത്ത വേർഡ് എന്താ? ചോഞ്ച്. ചോഞ്ച് എന്നാൽ കൊക്ക്, പക്ഷിയുടെ കൊക്ക്, ബീക്ക്. അതിനെയാണ് നമ്മൾ ചോഞ്ച് എന്ന് പറയുന്നത്. ഇനി ചോഞ്ച് മേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മേം എന്നാൽ ആ പ്രത്യയത്തിൻ്റെ അർത്ഥം ഇൽ എന്നുള്ളതാണ്. അപ്പോൾ ചോഞ്ചുമേ എന്ന് പറഞ്ഞാൽ കൊക്കിൽ. ഇനി തിനുക്ക എന്താ? തിനുക്ക എന്നാൽ ഉണങ്ങിയ ചുള്ളിക്കമ്പ്, അല്ലെങ്കിൽ മരത്തിൻ്റെ ചെറിയ ഉണങ്ങിയ കമ്പുകളുണ്ടല്ലോ. അതുകൊണ്ടല്ലേ കിളികൾ കൂടൊക്കെ ഉണ്ടാക്കുക. അല്ലെങ്കിൽ വൈക്കോല്, ഉണങ്ങിയ പുല്ല്, ഇതിനൊക്കെയാണ് തിനുക്ക എന്ന് പറയുന്നത്. ചെലി എന്ന് പറഞ്ഞാൽ എന്താ? പോയി എന്നുള്ളതാണ്. ചെലി പോയി. ബനാന ഉണ്ടാക്കുക. ബനാനെ ഉണ്ടാക്കാൻ വേണ്ടി. ഘർ എന്തുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്? ഘർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂട്, പക്ഷിക്കൂട്. അപ്പം എന്താണ് ഈ 2 വരിയുടെ അർത്ഥം? വീടുണ്ടാക്കാൻ വേണ്ടി പക്ഷി അതിൻ്റെ കൊക്കിൽ ചുള്ളിക്കമ്പ് എടുത്തുകൊണ്ട് പോയി. ഇനി അടുത്ത 2 വരി നോക്കൂ. കോൻ രഹേഗ ഉസ് ഘർ കെ അന്തർ. കോൻ എന്ന് പറഞ്ഞാൽ എന്താ? ആര്. രഹേഗ താമസിക്കും. രഹന താമസിക്കുക എന്നുള്ളതാണ്. രഹേഗ എന്നാൽ താമസിക്കും. കോൻ രഹേഗ ആര് താമസിക്കും? ആര് താമസിക്കും എവിടെ? ഉസ് ഘർ കെ അന്തർ. ഉസ് എന്ന് പറഞ്ഞാൽ അത്, ആ എന്നൊക്കെയാണ് അർത്ഥം. ഉസ് ഘർ കെ ആ വീടിൻ്റെ. ഘർ എന്ന് പറഞ്ഞാൽ വീട്, കെ എന്നുള്ളത് നമ്മൾ ഇൻ്റെ എന്ന് ചേർക്കണം. അപ്പോൾ ആ വീടിൻ്റെ. അന്തർ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ. അന്തർ എന്നുള്ളത് ഉള്ളിൽ എന്നാണെങ്കിൽ പുറത്ത് എന്നുള്ളതിന് എന്തായിരിക്കും വാക്ക്? ബാഹർ. അതും കൂടെ പഠിച്ചു വെക്കണം കേട്ടോ. അന്തർ എന്നാൽ ഉള്ളിൽ, ബാഹർ എന്നാൽ പുറത്ത്. അപ്പം എന്താണ് അതിൻ്റെ അർത്ഥം? ആര് താമസിക്കും ആ വീടിൻ്റെ ഉള്ളിൽ. അടുത്ത 4 വരി നോക്കാം. ചിടിയാക്കെ 2 ബച്ചേ ഹോങ്കെ ഉസ് ഘർ കെ അന്തർ. पर निकले तो उठ जाएंगे फर 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 फर. എന്താ പറയുന്നത്? ചിടിയാക്കെ 2 ബച്ചേ ഹോങ്കെ ഉസ് ഘർ കെ അന്തർ. ചിടിയ പക്ഷിയാണെന്ന് പറഞ്ഞു. ചിടിയാക്കെ എന്നാൽ പക്ഷിയുടെ എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ അടുത്തത് എന്താ? ദോ എന്നാണല്ലേ. ദോ എന്നാൽ 2 എന്നാണ് അർത്ഥം.
2. അങ്ങനെയാണെങ്കിൽ 1 എന്നുള്ളതിന് എന്തായിരിക്കും പറയുക? എക്ക് അല്ലേ? എക്ക് എന്നാണ് 1 എന്നുള്ളത് പറയുന്നത്. ഇനി അടുത്ത വേർഡ് എന്താ? ബച്ചേ. ബച്ച എന്നാൽ കുട്ടി എന്നാണ് അർത്ഥം. ബച്ചേ എന്ന് പറയുമ്പോൾ പ്ലൂരൽ അല്ലെങ്കിൽ ബഹുവചനമായി മാറുന്നു, കുട്ടികൾ. ഹോങ്കെ എന്ന് പറഞ്ഞാൽ ഉണ്ടായിരിക്കും. ഉസ് എന്ന് പറഞ്ഞാൽ അത് അല്ലെങ്കിൽ ആ എന്നാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ഗർക്കെ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ. അന്തർ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ. നേരത്തെ പറഞ്ഞ 2 വരികൾ തന്നെയാണ്. അപ്പോൾ എന്താണ് ഈ വരിയുടെ അർത്ഥം? ഈ 2 വരികളുടെയും അർത്ഥം നമുക്ക് ചേർത്ത് പറയാം. ചിടിയാക്കെ ദോ ബച്ചേ ഹോങ്കെ ഉസ് ഗർക്കെ അന്തർ. പക്ഷിയുടെ 2 കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കും ആ വീടിൻ്റെ ഉള്ളിൽ എന്നാണ്. ഇനി അടുത്ത 2 വരി നോക്കാം. पर निकले तो उड़ जाएंगे फर 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 फर. पर എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിറക് എന്നാണ് അർത്ഥം. पर എന്നാൽ ചിറക്. അങ്ങനെയാണെങ്കിൽ നിക്കലേത്തോ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം മുളച്ചു വന്നാൽ അല്ലെങ്കിൽ പുറത്ത് വന്നാൽ എന്നൊക്കെയാണ്. എന്ന് വെച്ചാൽ ചിറക് മുളച്ചാൽ. ഉഡ്ന എന്ന് പറഞ്ഞാൽ പറക്കുക. ജാന എന്ന് പറഞ്ഞാൽ പോവുക. അപ്പോൾ ഉഡ് ജായേങ്കെ എന്ന് പറഞ്ഞാൽ പറന്നു പോകും എന്നാണ് അർത്ഥം. പിന്നെ താഴെ ഫർ 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 എന്ന് കൊടുത്തിട്ടുള്ളത് ആ ചിറകടി ശബ്ദത്തിനെ സൂചിപ്പിക്കാനാണ്. അപ്പം എന്താണ് ആ വരിയുടെ അർത്ഥം? പർ നിക്കലേത്തോ ചിറക് മുളച്ചെന്നാൽ ഉഡ് ജായേങ്കെ പറന്നു പോയിടും. ഫർ 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 അങ്ങനെ ചിറകടിച്ച് പറന്നു പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കവിതയിൽ എന്താ പറയുന്നത്? പക്ഷി അതിൻ്റെ കൊക്കിൽ ഉണങ്ങിയ ചുള്ളിക്കൊണ്ട് വീടുണ്ടാക്കാനായി പോകുന്നു. ആരാണ് ആ വീട്ടിൽ താമസിക്കുക? ആ വീടിൻ്റെ ഉള്ളിൽ താമസിക്കുക? പക്ഷിയുടെ 2 കുഞ്ഞുങ്ങളായിരിക്കും ആ വീടിൻ്റെ ഉള്ളിൽ. ചിറക് മുളച്ചെന്നാൽ അവർ പറന്നു പോയിടും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്കിതിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്? പക്ഷിയുടെ കൊക്കിൽ എന്താണ് തിനുക്ക അല്ലേ? ഇനി എന്തിനു വേണ്ടിയാണ് ഈ തിനുക്ക കൊണ്ടുപോകുന്നത്? ഗർ ബനാനെ കേലിയെ വീടുണ്ടാക്കാൻ വേണ്ടി. ആരാണ് ആ കൂട്ടിൽ അല്ലെങ്കിൽ വീട്ടിൽ താമസിക്കുക? ചിടിയാക്കെ ദോ ബച്ചേ. എത്ര കുഞ്ഞുങ്ങളുണ്ട് കിളിക്ക്? ദോ 2 കുഞ്ഞുങ്ങളാണ് ഉള്ളത്. ഇനി ചിറക് മുളച്ചെന്നാൽ ആ പക്ഷി കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? ഉഡ് ജായേങ്കെ പറന്ന് പോകും. എന്ത് മുളയ്ക്കുമ്പോഴാണ് അവർ പറന്നു പോകുന്നത്? പർ ചിറക്. അടുത്തത് നമുക്ക് നോക്കാം. പെഹച്ചാനേം ലിഖേം തിരിച്ചറിഞ്ഞ് എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരു കിളി ഒരു ഉണങ്ങിയ ചുള്ളി കൊത്തിക്കൊണ്ട് പറക്കുകയാണ്. പിന്നെ 2 ബലൂണുകളും തന്നിട്ടുണ്ടല്ലേ? ബലൂണിൻ്റെ ചരടുകൾ എങ്ങോട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്ന് നോക്കിയേ. റെഡ് ബലൂൺ പക്ഷിയുടെ കൊക്കിലേക്കും വയലറ്റ് ബലൂൺ ആ ചുള്ളിക്കമ്പിലേക്കുമാണ്. കൊക്ക്, ചുള്ളിക്കമ്പ് ഇവയുടെ ഹിന്ദി വേർഡ്സ് എന്താ? അവിടെ 2 വാക്കുകൾ താഴെ തന്നിട്ടില്ലേ? കവിതയിൽ നമ്മൾ ആ വാക്കുകൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ് തിനുക്ക? തിനുക്ക എന്നാൽ ചുള്ളിക്കമ്പ് അല്ലെങ്കിൽ ഉണങ്ങിയ പുല്ല് എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ തിനുക്ക എന്നുള്ളത് നമ്മൾ എവിടെയാണ് എഴുതേണ്ടത്? ആ വയലറ്റ് ബലൂണിലാണ് എഴുതേണ്ടത്. ഇനി തിനുക്ക എന്നുള്ളതിൻ്റെ താഴെ ചോഞ്ച് എന്ന് എഴുതിയിട്ടില്ലേ? എന്താ ചോഞ്ച് എന്ന വാക്കിൻ്റെ അർത്ഥം? കൊക്ക്. അപ്പോൾ ആ റെഡ് ബലൂണിലാണ് നമ്മൾ ചോഞ്ച് എന്ന് എഴുതേണ്ടത്. ഇനി ഇത് കഴിഞ്ഞിട്ട് താഴെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലേ? എന്താണ് ക്വസ്റ്റ്യൻ? ചിടിയാക്കി ചോഞ്ച് മേ ക്യാ ഹേ. ചിടിയാക്കി പക്ഷിയുടെ, ചോഞ്ച് മേ കൊക്കിൽ, ക്യാ ഹേ എന്താണ് പക്ഷിയുടെ കൊക്കിലുള്ളത്? ചുള്ളിക്കമ്പ് അല്ലേ? അപ്പോൾ എന്താണ്? തിനുക്ക. ഇനി ഉത്തരം നമ്മൾ എങ്ങനെ എഴുതണം? ക്യാ ഹേ, അതായത് ക്യാ എന്ന് വെച്ചാൽ എന്ത് എന്നുള്ളതാണ്. ആ എന്ത് എന്നുള്ളിടത്ത് നമുക്ക് തിനുക്കാന്ന് ചേർത്താൽ പോരെ? അപ്പം നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് പകുതി കിട്ടും അല്ലേ? ചിടിയാക്കി ചോഞ്ച് മേ, അവിടെ വരെ ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടി. ഇനി ക്യാ എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചേർക്കണം? തിനുക്ക. ബാക്കി ക്വസ്റ്റ്യനിലുണ്ട് ഹേ. അപ്പം നമ്മൾ എന്താണ് നമ്മുടെ ഉത്തരം വരുന്നത്? ചിടിയാക്കി ചോഞ്ച് മേ തിനുക്ക ഹേ. അടുത്ത ആക്ടിവിറ്റി എന്താണെന്നുള്ളത് നോക്കാം. പെഹച്ചാനെ ഓർ ലിഖേം മനസ്സിലാക്കി എഴുതുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇവിടെ 3 സെൻറ്റൻസുകളും 3 ചിത്രങ്ങളും തന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ഓരോ സെൻറ്റൻസുകൾ നോക്കാം. ആദ്യത്തേത് ഗർക്കെ അന്തർ ചിടിയാക്കെ ബച്ചേഹേം. ഗർക്കെ അന്തർ വീടിൻ്റെ ഉള്ളിൽ, ചിടിയാക്കെ പക്ഷിയുടെ, ബച്ചേഹേം കുഞ്ഞുങ്ങൾ ഉണ്ട്. അപ്പോൾ കൂടിനകത്ത് പക്ഷി കുഞ്ഞുങ്ങൾ ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് അനുയോജ്യമായ ചിത്രം നമ്മൾ സെലക്ട് ചെയ്യണം. ഇനി രണ്ടാമത്തെ സെൻറ്റൻസ് എന്താണ്? ചിടിയ തിനുക്കോസെ ഗർ ബനാത്തി ഹേ.
ചിടിയ പക്ഷിയാണ്. തിനുക്കോസെ ചുള്ളിക്കമ്പുകൾ കൊണ്ട്. സേയുടെ അർത്ഥം കൊണ്ട്, ഓട് എന്നൊക്കെയാണ്. ഇവിടെ കൊണ്ട് എന്നാണ് പറയുക. തിനുക്കോസെ ചുള്ളിക്കമ്പുകൾ കൊണ്ട് ഗർഭനാത്തീഹെ വീടുണ്ടാക്കുന്നു. അപ്പോൾ പക്ഷി ചുള്ളിക്കമ്പുകൾ കൊണ്ട് വീടുണ്ടാക്കുന്ന ചിത്രം ഇവിടെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അടുത്ത സെൻറ്റൻസ് എന്താണ്? ചിടിയാക്കെ ബച്ചെ ഉഡ് ജാത്തേഹെ. ചിടിയാക്കെ ബച്ചെ പക്ഷിക്കുഞ്ഞുങ്ങൾ, ഉഡ് ജാത്തേഹെ പറന്നു പോകുന്നു. അപ്പോൾ പക്ഷിക്കുഞ്ഞുങ്ങൾ പറന്നു പോകുന്ന ചിത്രവും നമുക്കിതിൽ നിന്ന് കണ്ടുപിടിക്കണം. ഇനി നമുക്ക് ആദ്യത്തെ സെൻറ്റൻസ് നോക്കാം. ഗർക്കെ അന്തർ ചിടിയാക്കെ ബച്ചേഹിം. ആ ലാസ്റ്റ് പിക്ചർ നോക്കിയേ, അതിനുള്ളിൽ എന്താ കാണുന്നേ? പക്ഷിക്കുഞ്ഞുങ്ങളുണ്ടല്ലേ, മൂന്നാമത്തെ ചിത്രത്തിൽ. അപ്പോൾ ഈ വാചകം നമുക്ക് എന്ത് ചെയ്യണം? ആ മൂന്നാമത്തെ ചിത്രത്തിനടുത്ത് എഴുതണം. ഇനി രണ്ടാമത്തെ സെൻറ്റൻസ് എന്താണ്? ചിടിയ തിനുക്കോസെ ഗർഭനാത്തീഹെ. ഈ വാചകത്തിന് അനുയോജ്യമായ ചിത്രം ഏതാണ്? ആദ്യത്തെ ചിത്രം തന്നെയാണല്ലേ. പക്ഷി ചുള്ളിക്കമ്പും കൊണ്ട് പറന്നു വരികയാണ് കൂട് നിർമ്മിക്കാൻ വേണ്ടി. അപ്പോൾ ഈ വാചകം ഫസ്റ്റ് പിക്ചറിൻ്റെ അടുത്ത് നമുക്ക് എഴുതി കൊടുക്കാം. ഇനി തേർഡ് സെൻറ്റൻസ് ചിടിയാക്കെ ബച്ചെ ഉഡ് ജാത്തേഹേം. പക്ഷിയുടെ കുഞ്ഞുങ്ങൾ പറന്നു പോകുന്നു. പക്ഷിക്കുഞ്ഞുങ്ങൾ കൂട്ടിൽ നിന്ന് പറന്നു പോകുന്നത് രണ്ടാമത്തെ പിക്ചറിലാണല്ലേ. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നമുക്ക് ഈ രണ്ടാമത്തെ പിക്ചറിനടുത്ത് എഴുതി കൊടുക്കണം. അടുത്ത ആക്ടിവിറ്റി എന്താണ്? പെഹച്ചാനെ और താലിക ബരേം. പെഹച്ചാനെ നമ്മൾ കണ്ടതാണ്, നോക്കി നിരീക്ഷിച്ചല്ലെങ്കിൽ മനസ്സിലാക്കി. താലിക ബരേം, താലിക എന്ന് പറഞ്ഞാൽ ടേബിൾ, ബരേം ഫില്ല് ചെയ്യാൻ പറയാണ്. അപ്പോൾ ഈ ചിത്രം മനസ്സിലാക്കി താഴെ തന്നിരിക്കുന്ന ടേബിൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചിത്രം ഒന്ന് നോക്കാം. എന്തൊക്കെയാണ് ഈ ചിത്രത്തിൽ കാണുന്നതെന്നുള്ളത് ആദ്യം നമുക്ക് മനസ്സിലാക്കണം. ആദ്യം എന്താ? ഒരു വീട് കാണാം. ആ വീടിനുള്ളിൽ ഒരു ആൺകുട്ടി നിൽക്കുന്നുണ്ട്. പിന്നെയോ വീടിന് പുറത്ത് ഒരു നായ നിൽക്കുന്നുണ്ട് അല്ലേ. നായ എവിടെയാണ് നിൽക്കുന്നത്? വീടിൻ്റെ പുറത്താണ്. പിന്നെ ഒരു പെൺകുട്ടി എവിടെയാണുള്ളത്? തോട്ടത്തിൽ നിൽക്കുന്നുണ്ട്. ഇനി തോട്ടത്തിൽ എന്തുണ്ട്? പൂക്കളുണ്ടല്ലേ. പിന്നെ എന്തൊക്കെ കാണാം? ഒരു നദിയുണ്ട്. അതിലെന്താ? മീനുണ്ടല്ലേ. ഇനി നമുക്ക് ടേബിളിൽ എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത്, എന്തൊക്കെയാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. ആദ്യത്തേത് നിങ്ങൾക്ക് വേണ്ടി അവിടെ ആൻസർ ചെയ്ത് തന്നിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ളത് നമ്മൾ ചെയ്യണം. ഓക്കെ, ആദ്യത്തെ എന്താണ്? ഗർക്കെ അന്തർ കോൻ ഹേ. ഗർ എന്ന് പറഞ്ഞാൽ വീടാണ്. ഗർക്കെ എന്ന് പറയുമ്പോൾ വീടിൻ്റെ, അന്തർ ഉള്ളിൽ. അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ കോൻ ഹേ ആരാണ്? വീടിൻ്റെ ഉള്ളിൽ ആരാണ്? ഒരു ആൺകുട്ടിയാണല്ലേ. അപ്പം അതിൻ്റെ ഉത്തരം അവിടെ തന്നിട്ടുണ്ട്. ഗർക്കെ അന്തർ ലഡ്കാ ഹേ. അടുത്ത ചോദ്യം, കുത്ത കഹാ ഹേ. നായ എവിടെയാണ്? നായ എവിടെയാണ് നിൽക്കുന്നത്? വീടിൻ്റെ പുറത്താണല്ലേ. അപ്പോൾ താഴെ കുറച്ച് വാചകങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അവയിൽ നിന്നും ഉത്തരം തിരഞ്ഞെടുത്താൽ മതി. എളുപ്പമല്ലേ. അപ്പോൾ ഫസ്റ്റ് വേർഡ് നമുക്ക് എന്താണ്? കുത്ത കഹാ ഹേ. ഫസ്റ്റ് വേർഡ് കുത്ത എന്നുള്ളതാണ്. കഹാം എന്നുള്ളിടത്താണ് നമ്മൾ ആൻസർ ചേർക്കേണ്ടത്. നായ വീടിൻ്റെ പുറത്താകുന്നു. കുത്ത ഗർക്കെ ബാഹർ ഹേ. വീടിൻ്റെ പുറത്ത് എന്ന് പറയാൻ വേണ്ടി ഗർക്കെ ബാഹർ ഹേ. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് താഴെയുള്ളത് എവിടെയാണെന്നൊന്ന് നോക്കാം. അപ്പം നമുക്ക് ആ ഉത്തരമാണ് അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. ലാസ്റ്റ് സെൻറ്റൻസ് നോക്കി, കുത്ത ഗർക്കെ ബാഹർ ഹേ. ഈ സെൻറ്റൻസ് നമ്മൾ ആ ടേബിളിലെ ക്വസ്റ്റ്യൻ്റെ നേരെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. നദി മേ ക്യാ ഹേ. നദിമേ, നദിയിൽ. ക്യാഹെ എന്താണ്? നദിയിൽ എന്താണ്? എന്താണ് നദിയിലുള്ളത്? മത്സ്യം, മീനാണല്ലേ. അപ്പം അതിൻ്റെ ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കും? നദീമേ ക്യാഹെ അല്ലേ. ക്യാ എന്നുള്ളിടത്തായിരിക്കും ഉത്തരം ചേർത്തിട്ടുണ്ടാവുക. മത്സ്യമാണെന്ന് അറിയാവുന്നതുകൊണ്ട് അതിൻ്റെ വേർഡ് എന്താണ്? മത്സ്യം എന്നുള്ളതിൻ്റെ ഹിന്ദി വേർഡ് എന്താണ്? മച്ചലി. അപ്പം നമുക്ക് ആ ഉത്തരം അവിടെ ചേർത്താൽ മതി. നദീമേ മച്ചലി ഹേ. ആ സെൻറ്റൻസ് എവിടെയാണെന്ന് നോക്കിയേ, കണ്ടോ? ഈ സെൻറ്റൻസ് ഇനി നമുക്ക് ആ ടേബിളിൽ ഈ ക്വസ്റ്റ്യന് നേരെ ചേർത്ത് കൊടുക്കണം. അടുത്ത ചോദ്യം നോക്കാം. ബഗീച്ചേ മേം കോൻ ഹേ. ബഗീച്ച എന്താണ്? തോട്ടം. ബഗീച്ചേ മേം തോട്ടത്തിൽ. കോൻ ഹേ ആരാണ്? ആരാണ് തോട്ടത്തിലുള്ളത്? ഒരു പെൺകുട്ടിയാണല്ലേ. അപ്പം നമുക്ക് എങ്ങനെ പറയാം? ബഗീച്ചേ മേം, പെൺകുട്ടി എന്നുള്ളതിന് ലഡ്കി, ആൺകുട്ടി ലഡ്ക. അപ്പോൾ ബഗീച്ചേ മേം ലഡ്കി ഹേ. ആ സെൻറ്റൻസ് കണ്ടല്ലോ. അത് നമുക്ക് ടേബിളിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ചിടിയ കഹാ ഹേ. ചിടിയ പക്ഷിയാണ്. കഹാ ഹേ എവിടെയാണ്? പക്ഷി എവിടെയാണ്? മരത്തിലാണ് ഇരിക്കുന്നതല്ലേ. അപ്പം നമുക്ക് മരം എന്നുള്ളത് പേഡ് എന്നാണ്. മരത്തിൽ ഇൽ എന്ന് വരണ്ടേ, അതിനുവേണ്ടി പേഡ് പർ. അപ്പോൾ ചിടിയ പേഡ് പർ ഹേ. ഉത്തരം കണ്ടോ? അത് നമുക്ക് അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പൗദേമേം ക്യാഹേ. പൗദ എന്ന് പറഞ്ഞാൽ ചെടികൾ. പൗദേമേം ചെടികളിൽ. ക്യാഹേ എന്താണ്? ചെടികളിൽ എന്താ ഉള്ളത്? പൂക്കൾ. ചെടികളിൽ പൂക്കളുണ്ട് എന്നാണ് ഉത്തരം അല്ലേ. ഉത്തരം അവിടെ തന്നിട്ടുണ്ട്. പൗദേമേം ഫൂൽ ഹേ.
അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി കൂട്ടുകാരോടൊരു ചോദ്യം. ഈ ചിത്രത്തിൽ ഏത് നിറത്തിലുള്ള പൂവിലാണ് പൂമ്പാറ്റ തേൻ കുടിക്കുന്നത്? നിറം ഹിന്ദിയിൽ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉത്തരം കിട്ടിയാൽ കമൻറ്റ് ബോക്സിൽ ഉത്തരം എഴുതണം. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക്